നിങ്ങൾ ആരെങ്കിലും ചിക്കൻ കൊഴുക്കട്ട കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? 2 കപ്പ് ഗോതമ്പ് പൊടി, അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ചപ്പാത്തിയുടെ മാവ് പോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ചിക്കനിൽ ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ പാനിൽ തന്നെ നമുക്ക് കുറച്ച് സവാള ഇട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഇതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത ചിക്കനൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ പരത്തി അതിൽ ഫില്ലിങ് വെച്ചിട്ട് നമുക്കൊരു ബോളാക്കി എടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ ഉണ്ടാക്കിയ ഫില്ലിങ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വയ്ക്കാം. ഇത് ഗോതമ്പ് പൊടി തന്നെ അല്ല, അരിപ്പൊടി വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ പേര് ചിക്കൻ കൊഴുക്കട്ട എന്നൊന്നുമല്ല, ഞാനിട്ട പേരാട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഓക്കെ, ബൈ.